സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഏത് സമയത്താണ് ലഭിക്കുക എന്ന് പല ആളുകളും കമന്റിലൂടെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഓണത്തോടനുബന്ധിച്ച് 3 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഓണത്തിന് മുമ്പ്, അതായത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത്. 29-ാം തീയതിയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത്. അതിനുശേഷം 12 ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. അതാണ് ഇന്ന് മുതൽ ലഭിച്ചു തുടങ്ങുന്നത്. നേരത്തെ കുടിശ്ശികയുള്ള 1 മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം നിലവിൽ മാസം വിതരണം ചെയ്യേണ്ട 1 മാസത്തെ പെൻഷൻ കൂടി ചേർത്ത് 3200 രൂപയാണ് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. 3200 ലഭിക്കുമ്പോൾ 1600-ന്റെ 2 ഗഡുക്കളായിട്ടാണ് ഈ തുക ലഭിക്കുക. പല ആളുകൾക്കും ഓഗസ്റ്റ് മാസത്തെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിട്ടുണ്ട്. അതിൽ ചില ആളുകൾക്കൊക്കെ 3200 വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ ആ മുടങ്ങിയിട്ടുള്ള തുക കൂടി ലഭിച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്ത് 12 ദിവസങ്ങൾക്കപ്പുറം 2 മാസത്തെ കൂടി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ 4800 ലഭിക്കുമ്പോൾ വളരെ ആശ്വാസമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ളത്. ഇനി ശേഷിക്കുന്നത് 4 മാസത്തെ പെൻഷൻ ആയിരിക്കും കുടിശ്ശിക ഉണ്ടാവുക. അത് 1 ഡിസംബറിൽ നൽകും. പിന്നീട് അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും ബാക്കിയുള്ള 3 കുടിശ്ശികകൾ നൽകുക. എല്ലാ മാസവും പെൻഷൻ കൃത്യമായിട്ട് നൽകും എന്നും ഇപ്പോൾ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ കൂടി പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. തുക ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആർക്കെങ്കിലും തുക ലഭിച്ചു കഴിഞ്ഞാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ കയ്യിൽ വിതരണം ഉണ്ടാവുക 2 ദിവസത്തെ താമസം കയ്യിൽ വിതരണത്തിനും ഉണ്ടാകും. എന്തായാലും ഓണമായാൽ പോലും അത് സർവീസ് സഹകരണ സംഘങ്ങൾ വീടുകളിൽ എത്തിച്ച് നൽകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 2023 വർഷം പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരും. കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് 300, 200, 500 കുറവുള്ള ആളുകൾക്ക് 2 മാസത്തെ തുകയാവുമ്പോൾ അതിൻ്റെതായ കുറവുണ്ടാകും. 600, 400, 1000 രൂപയുടെ കുറവുണ്ടാകും. അത് പിന്നീടാണ് ലഭിക്കുക. പല ആളുകളും 300 കുറവുണ്ട്, കുറേ മാസമായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറവുള്ള ആളുകൾക്ക് ആ തുക അതാത് മാസം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്, കുറച്ച് താമസിച്ചാണെങ്കിലും. നിങ്ങൾക്ക് ലഭിക്കാത്തതിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. അതെന്താണ് എന്ന് കണ്ടുപിടിച്ച് അത് ശരിയാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാറിലും നിങ്ങളുടെ പെൻഷൻ രേഖയിലുമുള്ള ഒരു പൊരുത്തക്കേടാണ്. അത് നിങ്ങൾ പരിശോധിച്ച് അങ്ങനെ ഉണ്ട് എങ്കിൽ അത് മാറ്റി എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആധാർ സീഡിങ്ങും നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം പെൻഷൻ ലഭിക്കുന്നത്. നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം നേരിട്ടാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നതിന്. ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നുണ്ട്. 2023 ഏപ്രിൽ മുതൽ കേന്ദ്രം ഈ ഒരു വിഹിതം നൽകിയിട്ടില്ല. എന്നിട്ടും സംസ്ഥാന സർക്കാർ തന്നെ ആ ഒരു വിഹിതം നൽകുന്നുണ്ട്. പക്ഷേ ആ ഒരു തുക സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. അതുകൊണ്ടാണ് ഇത് താമസിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഓണ പെൻഷൻ ഇന്ന് വൈകുന്നേരത്തോടെ എത്തും. ലഭിച്ചു കഴിഞ്ഞാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ